നിങ്ങൾ അബദ്ധത്തിൽ വീണതല്ലേ, മരിക്കാനായിട്ട് ചാടിയതാണല്ലേ? അങ്ങനെ പറ്റിപ്പോയി. ഇത് നീ ആരോട് പറയരുത്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഇല്ല, ഞാൻ ആരോടും പറയാം. പക്ഷേങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പടച്ചോൻ തന്ന ജീവൻ ഇല്ലാതാക്കാൻ ഞമ്മക്ക് അവകാശമില്ല. അതിൻ്റെ അവകാശം പടച്ചോന് മാത്രമേ ഉള്ളൂ. ആയിരം പ്രാവശ്യം വിളിച്ചാലും ഫോൺ എടുക്കാത്തൊരു മനുഷ്യൻ. ഉമ്മാ, ഉമ്മാ, ആ നീ എത്തിയാ? കുടിക്കാൻ എന്തല്ലേ? ഉമ്മ ഇന്ന് രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി എൻ്റെ 2 ഫ്രണ്ട്സ് കൂടി ഉണ്ടാവും കേട്ടോ. ഇടയായി നിന്റെ കൂട്ടുകെട്ടിത്തിരി കൂടുന്നുണ്ട്. ബാപ്പാക്ക് ഇതൊന്നും അത്ര പിടിക്കൂല കേട്ടാ. ഉപ്പാടെ പോകാൻ പറയുമായിരുന്നു. അവളഞ്ഞും വന്നിട്ട് ഉപ്പാടെ എൻ്റെ ഫ്രണ്ട്സിന് മുമ്പിൽ വന്നേക്കല്ലേ പറഞ്ഞേ കേട്ടോ. അപ്പൊ ഉമ്മച്ചിയോ? എൻ്റെ ഉമ്മച്ചി പൊളിയല്ലേ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഉപ്പ പോന്നവരെയെങ്കിലും നീ ഇമാതിരി സാധനം ഒന്നും പോരേൻ്റെ അകത്ത് കയറ്റാൻ പാടില്ലാന്ന്. പോവാട്. എത്ര നേരമായി വിളിക്കുന്നത്? ഇങ്ങക്ക് എന്തോന്ന് ഫോൺ എടുത്താല്? വരുമ്പോ ഫ്രഷ് മീൻ എന്തെങ്കിലും കൊണ്ടുവരണം. എത്ര വിളിച്ചാലും മുഖത്തടിച്ച പോലെ ഫോൺ കട്ടാക്കും. ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ അറിയാത്ത മരമോടൻ. വലൈക്കും അസ്സലാം. അന്ന് കണ്ടതിനേക്കാൾ ക്ഷീണിച്ചു പോയല്ലോ നീ. എന്ത് പറ്റി? സുഖമില്ല നിനക്ക്? പഠിച്ചോ സഹായിച്ചിട്ട് എൻ്റെ ശരീരത്തിനൊരു കുഴപ്പമില്ല. കുഴപ്പം എൻ്റെ മനസ്സിനാണ്.
എന്താടാ പുതിയ പ്രശ്നം? ഓൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതിന് ഓളെപ്പം മാറീന്. ഓളെന്തെങ്കിലും ആക്കട്ടെ. ഇപ്പോൾ എൻ്റെ മോനെയും കൂടി ബടക്കാക്കിയ നാട്ടുകാരൊക്കെ ഓരോരോ കാര്യങ്ങൾ അവനെ പറ്റി പറയുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുകയാണ് ഗഫൂറെ. ബഷീറെ, എല്ലാം ഓൻ്റെ ഇപ്പോഴത്തെ ചോരത്തിളപ്പിൻ്റെതാ. എന്നാ പിന്നെ നിനക്ക് ഓനെ അങ്ങ് കൂട്ടിക്കൂടെ? എന്തിനാ? എന്നിട്ട് അവിടെ എന്നെ പറയിപ്പിക്കാനാ? എന്നിട്ട് വേണം അവളോട് ഒറ്റക്ക്. ഒക്കെ നേരെയാവും ബഷീറെ. നീ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ പഠിച്ചോൻ കാണാതിരിക്കും. അതെന്നെ പോരെ എല്ലാം നേരെയാവാൻ. മോളൊറ്റക്ക. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അവളേക്കിപ്പോൾ എങ്ങനെയുണ്ടടാ? വല്ല മാറ്റവും? കിടന്ന് കിടപ്പിന്നൊന്ന് എണീറ്റാ മതിയായിരുന്നു. അവൾക്കിപ്പോ വയസ്സ് 18. മോൾക്ക് ചെലവിനും മരുന്നിനൊക്കെ ഉള്ളത് നീ ബാങ്കിലേക്ക് അയക്കുന്നില്ല. പിന്നെന്തിനാ വെറുതെ? ഓളെ എൻ്റെയും കൂടെ മോളല്ലടാ. ഓൾക്ക് ആവശ്യമുള്ളതൊക്കെ നീ വാങ്ങിച്ചു കൊടുക്കണം. ഇന്നും കടലമ്മ ഒന്നും കനിഞ്ഞില്ല. വെറും കൈയോടെ പുരയിലേക്ക് പോകേണ്ടി വരും റബ്ബേ. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും സലീംക്ക. ഇന്നത്തോട് ചേർത്ത് പടച്ചോൻ നാളെ നമുക്ക് തരും. സലീംക്ക, നിങ്ങൾ മക്കത്ത് പോയിരാ. മരിക്കുന്നതിന് മുന്നേ ഒരുട്ടെങ്കിലും കാണും സലീംക്ക. ഒരിക്കൽ കണ്ടാലേ പിന്നെയും പിന്നെയും കാണാൻ കൊതിക്കുന്ന മണ്ണാണ് മക്ക. മോഹിപ്പിക്കും ആ മദീന. മുത്ത് റസൂലിൻ്റെ ചാരത്ത് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ദുനിയാവിലൊന്നും അല്ലാന്ന് തോന്നിപ്പോകും. നേരം കുറേയായി. എന്നാ പിന്നെ ഞാൻ പോരയിലേക്ക് പോവാ സലീംക്ക. ഇൻഷാ അല്ലാ. കഴുബാലയം കാണിക്കണേ അല്ലാ, കരുണാമൃതം ചൊരിയണമേ അല്ലാ. കാരൽ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാൻ വിധി കൂട്ടണേ. നിങ്ങൾക്ക് മക്ക കാണാൻ നല്ല പൂതിയുണ്ടല്ലേ? അത് മാത്രമാണ് എൻ്റെ കിനാവ്. തവക്കൽത്തു അലല്ലാ. നിങ്ങളെ കിനാവിലെ കയബ അത് പഠിച്ചോ നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാ അല്ലാ. കബാലയം കാണിക്കണേ അല്ലാ, കരുണാമൃതം വർഷിക്കണേ അല്ലാ. കരൾ തേടും നീതാ കൊതിയേറും നീതാ,
മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ, കബാലയം കാണിക്കണേ അല്ലാ, കരുണാമൃതം വർഷിക്കണേ അല്ലാ, കരൾ തേടും നീതാ, കൊതിയേറും നീതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ. പാരിൻ നടുവിൽ പെരിയോനമൈത്ത പരിശുദ്ധ കബാലയം, പൂമാൻ റസൂലിൻ പാദം പതിഞ്ഞ പുകളേറും പുണ്യാലയം, പടപ്പുകൾ ലബ്ബൈക ചൊല്ലിയണയും തൗഹീദിൻ ദേവാലയം, കണ്ണിൽ കാണിക്ക് കബാലയം, കബാലയം കാണിക്കണേ അല്ലാ, കരുണാമൃതം വർഷിക്കണേ അല്ലാ, കരൾ തേടും നീതാ, കൊതിയേറും നീതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാ, റൗള കാണിക്കണേ അല്ലാ.